കൈയടിക്കാനുള്ള എല്ലാം ഉണ്ട്. സെക്കൻഡ് ഹാഫ് പൊളി എന്ന് വെച്ചാൽ വൻ പൊളി, ഒരു രക്ഷയില്ലെന്ന് ഒരു രക്ഷയില്ല. എമ്പുരാനിൽ എന്താണ് നമുക്ക് മിസ്സായത് അത് സെയിം സാധനം സെറ്റ് സാധനമായിട്ട് പെർഫോമർ ആയിട്ട് ലാലേട്ടൻ കിട്ടിയിട്ടുണ്ട്. ഒരു വേൽമുറി പോലത്തെ ഒരു സോങ് ഉണ്ടാവും നേരത്തെ പറഞ്ഞു, അതിൽ കാണിച്ചിട്ടില്ല. ആ പാട്ട് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ഇതാണ് ലാലേട്ടന്റെ പെർഫോമൻസ്, ഇതാണ് കൊള്ളാം, പടം കൊള്ളാം. ഡയറക്ഷൻ നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് ആണ്, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ലാലേട്ടന്റെ പ്രകടനം കാര്യങ്ങളൊക്കെ അടിപൊളി. ഇതുവരെ കാണാത്തൊരു ലാലേട്ടനോ? മൊത്തത്തിൽ ഇങ്ങനെ ഫാമിലി ഓടിയും സൂപ്പർ സൂപ്പർ കൈയടിക്കാനുള്ള എല്ലാം ഉണ്ട്. ലാലേട്ടൻ ഒരു രക്ഷയില്ല, പക്ക പെർഫോമർ ആയിട്ട് ലാലേട്ടൻ സെറ്റ് ആയിട്ടുണ്ട്. ഒരു രക്ഷയൊന്നും ഒരു രക്ഷയില്ല. നൈസായിട്ട് ഫസ്റ്റ് ഹാഫ് ചെറിയ ഗ്രാഫിൽ പോയിട്ട് ഇന്റർവെൽ പഞ്ച് നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് പൊളി എന്ന് വെച്ചാൽ വൻ പൊളി, ഒരു രക്ഷയില്ലെന്ന് ഒരു രക്ഷയില്ല. എമ്പുരാനിൽ എന്താണ് നമുക്ക് മിസ്സായത് അത് സെയിം സാധനം സെറ്റ് സാധനമായിട്ട് പെർഫോമർ ആയിട്ട് ലാലേട്ടൻ കിട്ടിയിട്ടുണ്ട്. ഒരു കിടുക്കൻ ഫൈറ്റ് ഉണ്ട്, കണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് പടം. ഫാമിലിക്കും ഫാൻസിനും പക്ക സാറ്റിസ്ഫാക്ഷൻ കത്താറിന് പടം. ഒരു രക്ഷയില്ല, പൊളിയായിട്ടുണ്ട്. അടിപൊളി അടിപൊളി സൂപ്പർ. എന്തോ പക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്, അടിപൊളി. കണ്ടിരിക്കാൻ പറ്റും, ബോറൊന്നും അടിക്കൂല. ആക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ഷൻസ് ഒക്കെ നല്ലായിരുന്നു. റിവെഞ്ച് ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു വേൽമുറി പോലത്തെ ഒരു സോങ് ഉണ്ടാവും നേരത്തെ പറഞ്ഞു, അതിൽ കാണിച്ചിട്ടില്ല. ആ പാട്ട് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. പടത്തിൽ എൻഡിൽ പോലും പാട്ട് വന്നില്ല. ഇല്ല, ജസ്റ്റ് പ്രൊമോ സോങ് ആയിട്ടായിരിക്കും. മൊത്തത്തിൽ പടം അടിപൊളി. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ലാലേട്ടൻ ശോഭന കോംബോ അടിപൊളി. സ്റ്റോറി തരുൺമൂർത്തി തകർത്തിട്ടുണ്ട്. കൊള്ളാം, പടം കൊള്ളാം. അതിനേക്കാളൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. പടം കാണേണ്ട തന്നെയാണ്, തിയേറ്ററിൽ മിസ്സാക്കരുത്. ലാലേട്ടൻ ഇത്രയും ബഡ്ജറ്റിന്റെ ആവശ്യമില്ല നമുക്ക്. ഇല്ല ഇല്ല, ലാലേട്ടൻ തന്നെ പെർഫോം ചെയ്യാനുള്ള കഥ നല്ല ലാലേട്ടന്റെ പെർഫോമൻസ് നല്ല രീതിയിലുണ്ട്. അടിപൊളിയാണ് പടം. പൊന്നു ഒന്നും പറയാൻ, ഇതാണ് നമുക്ക് വേണ്ടത്. തരുൺമൂർത്തി പറഞ്ഞ പോലെ എന്നെ പണി വെച്ചിട്ടുണ്ട്. ഞാൻ അതുപോലെ അല്ല ഉദ്ദേശിക്കുന്നത്. കിടിലം പടം എന്ന് വെച്ചാൽ കിടിലം പടം. നമുക്ക് ഇതാണ് ലാലേട്ടന്റെ പെർഫോമൻസ്, ഇതാണ് വേണ്ടത്. ഫുള്ള് സാറ്റിസ്ഫൈഡാണ് നമ്മൾ, 100% സാറ്റിസ്ഫൈഡാണ്. നമുക്ക് ഇതാണ് നമുക്ക് വേണം. ഇങ്ങനത്തെ പടമാണ് പുള്ളിനെ കൊണ്ട് നമുക്ക് വേണം. എന്തായാലും അടിപൊളിയാണ്, എല്ലാവരും കാണാൻ അടിപൊളി. മെയിൻ ആയിട്ട് കോമഡി എങ്ങനെ, ഏതാണ് അത്? ഫാമിലി ഇമോഷൻ നമ്മൾ ആദ്യം വരുന്നത്, പിന്നെ ആദ്യം ഫാമിലി എന്റർടൈനായിട്ട് വരും. പക്ഷെ പിന്നെയാണ് കഥയുടെ ഒരു സ്റ്റോറി അങ്ങ് മാറിയിട്ട് വേറെ ലെവലിൽ സാധനം പോകും. അത് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാം. നമുക്കത് പറയാൻ സ്പോയിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തായാലും പാട്ട് അടിപൊളി, കിടിലം പടം. മൊത്തത്തിൽ ഒരു പാനിന്റെ ലെവലിൽ കത്തുവോ? പാനിന്റെ ലെവലെന്ന് പറയല്ലോ, നമുക്ക് കേരളത്തിൽ നിന്നുള്ളൊരു പടമാണല്ലോ. നമുക്കൊരു ചെറിയൊരു പടം ഇറങ്ങിയതാണല്ലോ, ലാലേട്ടന്റെ പടം ഇറങ്ങിയത്. പക്ഷെ അത് നമ്മുടെ മലയാളി ഓഡിയൻസിനിടയ്ക്ക് എന്തായാലും കത്തിക്കും. അടിപൊളി പടം. താടി പഠിച്ചിട്ടുള്ള എന്തെങ്കിലും കണ്ടു? അതൊന്നുമില്ല, അത് താടി പഠിച്ചിട്ടൊരു ഇല്ല. പുള്ളി തന്നെ നമ്മളൊരു ഇതായിട്ട് സെൽഫ് തോന്നുന്നുണ്ട്. അതൊക്കെ നമുക്ക് പടം സ്ക്രീനിൽ കാണാം. അത് നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ല കിടിലും പടം, എൻജോയ് ചെയ്യാം. അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല പടമാണ്. ഫാൻസിന് നമുക്ക് ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണാം. ഈ ലാലേട്ടന്റെ പ്രകടനം എങ്ങനെയുണ്ട്? പ്രകടനം അടിപൊളി, സൂപ്പർ, നല്ല രസമുണ്ടായിരുന്നു. തിയേറ്ററിൽ പോയി തന്നെ കാണാം. അടിപൊളിയാണ്, സൂപ്പർ. ലാലേട്ടൻ തിരിച്ചു വരുവാണോ? ആക്ടിംഗ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. അടിപൊളി പടം, ഫാമിലി മൂവി, അടിപൊളി. കോമഡി എങ്ങനെയാണത്? കോമഡി അല്ല, ഒരു ഇമോഷണൽ ഡ്രാമയാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനാണ് ഇന്റർവെല് കഴിഞ്ഞിട്ട് പൊളിക്കുന്നത്. അടിപൊളിയാണ് പടം. സാധാ ഹൈപ്പിൽ വന്ന വലിയ പടത്തിനൊക്കെ നല്ല ഇതേപോലെയുള്ള പടങ്ങളാണ്. ഇതിന് ഹൈപ്പില്ല, പക്ഷെ ഇത് അടിപൊളി പടമാണ്. പടം എന്തായാലും ഹിറ്റാവും.